നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ ജില്ലാ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭയും നബാർഡിന്റെ സഹകരണത്തോടെ ആലാമിപ്പള്ളിയിൽ നടത്തിയ ഭക്ഷ്യമേള സമാപിച്ചു. 9 ദിവസത്തെ മേള കാഞ്ഞങ്ങാടിന് വേറിട്ട അനുഭവം സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 25-ന് നടക്കും. പുതിയകോട്ട ഹോട്ടൽ ക്ലാസിക്കോ ഇന്റർനാഷണലിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CPIM CATU നേതാവും പുല്ലൂർ പഞ്ചായത്ത് 12-ാം വാർഡംഗവുമായ പുല്ലൂർ തട്ടുമ്മലിലെ TV കരിയൻ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30-ന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. ജോയിന്റ് സെക്രട്ടറി K. സുജാതൻ ഉദ്ഘാടനം ചെയ്തു. ISM നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19-ാം ഘട്ട സംസ്ഥാന സംഗമം 23-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ BMS മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. പാണത്തൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ രാമവില്ലം കഴകപ്പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 3 ആഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാവും. മാർച്ച് 16 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ജില്ലാ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭയും നബാർഡിന്റെ സഹകരണത്തോടെ ആലാമിപ്പള്ളിയിൽ നടത്തിയ ഭക്ഷ്യമേള സമാപിച്ചു. 9 ദിവസത്തെ മേള കാഞ്ഞങ്ങാടിന് വേറിട്ട അനുഭവം സമ്മാനിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭയും നബാർഡിന്റെ സഹകരണത്തോടെ ആലാമിപ്പള്ളിയിൽ നടത്തിയ ഭക്ഷ്യമേള സമാപിച്ചു. 9 ദിവസത്തെ മേള കാഞ്ഞങ്ങാടിന് വേറിട്ട അനുഭവം സമ്മാനിച്ചു. മേളയിൽ 15 ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവുണ്ടായതായി കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D. ഹരിദാസ് പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 8 കുടുംബശ്രീ യൂണിറ്റുകളാണ് വിവിധ സ്റ്റാളുകളിലായി ഭക്ഷണ വിതരണം നടത്തിയത്. സമാപന ദിവസമായ വ്യാഴാഴ്ച ഗാനമേള അരങ്ങേറി. ബുധനാഴ്ച ജില്ലാ യുവജന കേന്ദ്രം കലാഭവൻ മണി അനുസ്മരണവും നാടൻ പാട്ട് മത്സരവും നടത്തി. കണ്ണാടിപ്പാറ യുവ ക്ലബ്ബ്, ബേടകം യുവ ക്ലബ്ബ്, ചങ്ങമ്പുഴ കലാകായിക വേദി എന്നിവ 1, 2, 3 സ്ഥാനം നേടി. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ AV ശിവപ്രസാദ് അധ്യക്ഷനായി. നഗരസഭാ ഉപാധ്യക്ഷൻ ബിൽടേക്ക് അബ്ദുള്ള, K. ലത, K. പ്രഭാവതി, കൗൺസിലർ T. ബാലകൃഷ്ണൻ, കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D. ഹരിദാസ്, PC ഷിലാസ്, വൈശാഖ് ശോഭനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 25-ന് നടക്കും. പുതിയകോട്ട ഹോട്ടൽ ക്ലാസിക്കോ ഇന്റർനാഷണലിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാചകത്തൊഴിലാളികളുടെ സംഘടനയായ കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 25-ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട ഹോട്ടൽ ക്ലാസിക്കോ ഇന്റർനാഷണൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25-ന് രാവിലെ 10 മണിക്ക് നഗരത്തിൽ പ്രകടനം നടക്കും. 10:45-ന് സമ്മേളന നഗരിയിൽ ജില്ലാ സെക്രട്ടറി രാഘവൻ കരിമ്പൻ പതാക ഉയർത്തും. 11 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ E. ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, രാജഗോപാലൻ MLA, AKM അഷ്റഫ്, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, DYSP ബാബു പെരിങ്ങോത്ത്, ഫുഡ് സേഫ്റ്റി കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ മുസ്തഫ പാമ്പുരത്തി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് CK ആസിഫ് മുഖ്യാതിഥികളാവും. ഉച്ചഭക്ഷണത്തിനു ശേഷം വിവിധ കലാപരിപാടികൾ നടക്കും. സ്വാഗത സംഘം ട്രഷറർ കുട്ട്യാലി തൃക്കരിപ്പൂർ നന്ദി പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ പടന്നക്കാട്, സെക്രട്ടറി രാഘവൻ കരിമ്പിൽ, സ്വാഗത സംഘം കൺവീനർ സാദിഖ് നെല്ലിക്കുന്ന്, ട്രഷറർ കുട്ട്യാലി തൃക്കരിപ്പൂർ, PK അബ്ദുൾ റസാഖ്, താജുദ്ദീൻ നെല്ലിക്കുന്ന്, കുഞ്ഞാമത് വെള്ളിക്കോത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
CPIM CATU നേതാവും പുല്ലൂർ പഞ്ചായത്ത് 12ാം വാർഡംഗവുമായ പുല്ലൂർ തട്ടുമ്മലിലെ TV കരിയൻ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. ജോയിന്റ് സെക്രട്ടറി K. സുജാതൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് വാർഷിക സമ്മേളനം പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. പതാക ഉയർത്തിയതിനു ശേഷം KSSPU ജില്ലാ കമ്മിറ്റി അംഗം P. കരുണാകരൻ നായരുടെ അധ്യക്ഷതയിൽ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. സുജാതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇനി വേണ്ടുന്നത് സംഘടനാ റിപ്പോർട്ടാണ്. നമ്മുടെ പെൻഷൻകാരൊക്കെ നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ ജീവിതം. എൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു ഗോവിന്ദേട്ടനോ അദ്ദേഹം പറയും, സമ്മേളനത്തിന് ആൾ വരണമെങ്കിൽ 2 മാസം പെൻഷൻ കൊടുക്കാതിരിക്കണം. ശരി തന്നെയല്ലേ? ഇപ്പോൾ ആർക്കും പെൻഷൻ കിട്ടാത്തൊരവസ്ഥയില്ലല്ലോ. ഏത് തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടായാലും ശരി, നമ്മുടെ കാര്യം ഇതുവരെ മുടങ്ങിയിട്ടില്ല. A. സതീശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി MV ദാമോദരൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കോരൻ മാസ്റ്റർ ശ്രീവത്സം വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K. ചന്ദ്രശേഖരൻ, V. കേളു മാസ്റ്റർ, യൂണിറ്റ് ഇൻചാർജ് KP കമാരൻ നായർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ V. കമാരൻ മാസ്റ്റർ, കാർത്യായനി, MM ജാനകി, PV ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ V. സുരേന്ദ്രൻ മാസ്റ്റർ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ KV കുഞ്ഞികൃഷ്ണൻ വരണാധികാരിയായിരുന്നു. VV വിലാസിനി സ്വാഗതവും കരുണാകരൻ നായർ തന്നിത്തോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ISM നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം 23-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ ഖുർആൻ പഠനം ജനകീയമാക്കുന്നതിനായി ISM സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ വെളിച്ചം മാഗസിൻ KNM മർക്കസുദ്ദവ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പാലക്കോട് കുനിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ പരിപാടി ബഹുമാന്യനായ കാസർഗോഡ് MLA NA നെല്ലിക്കുന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സമൂഹത്തിലേക്ക് വളരെ രസകരമായ നിലക്ക് അതിൻ്റെ വായനയിലൂടെയും ആശയങ്ങളിലൂടെയും സമൂഹത്തിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള വാഗ്മികൂട്ടിയായിട്ടുള്ള നൗഷാദ് കാക്കവേൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. KNM മർക്കസുദ്ദാവ കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ K. അബൂബക്കർ, ISM കാസർഗോഡ് സെക്രട്ടറി MM അബൂബക്കർ സിദ്ദിഖ്, മാഗസിൻ സമിതി കൺവീനർ ഹബീബ് V, മീഡിയ വിംഗ് കൺവീനർ SA മുഹമ്മദ് കുഞ്ഞ്, അബ്ദുൽ മജീദ് മാസ്റ്റർ, CH അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ BMS മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാലിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ BMS മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ സുനിൽ വാഴക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഈ ഒരു വർഷക്കാലം നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ സപ്തതി ആഘോഷമാണ് ഈ വർഷം 2025. നമ്മുടെ സംഘടനയുടെ സപ്തതി ആഘോഷമാണ്, 70ാം വർഷമാണ്. അതോടൊപ്പം നമ്മുടെ മാതൃസംഘടനയുടെ ശതാബ്ദി വർഷം കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന വളരെ അസുലഭമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ വർഷത്തിലുള്ളത്.
സനീഷ് കാട്ടുകുളങ്ങര പ്രവർത്തന റിപ്പോർട്ടും രാജേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. BMS ജില്ലാ ഉപാധ്യക്ഷൻ ഭരതൻ കല്യാൺ റോഡ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് സമരോ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘ ജില്ലാ കാര്യകാരി സദസ്യൻ ശ്രീജിത്ത് മീങ്ങോത്ത്, യൂണിയൻ ജില്ലാ ട്രഷറർ രാജീവൻ മാവുങ്കാൽ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് പൊള്ളക്കട എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രാജീവൻ മാവുങ്കാൽ പ്രസിഡന്റായും സനീഷ് കാട്ടുകുളങ്ങര സെക്രട്ടറിയായും സജിത് കോട്ടപ്പാറ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സനീഷ് കാട്ടുകുളങ്ങര സ്വാഗതവും സജിത് കോട്ടപ്പാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. പാണത്തൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട ജാഥ പാണത്തൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കോടമ്പൂളൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്നതിനു വേണ്ടിയുള്ള പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് ഒക്ലാവ് കൃഷ്ണൻ ലീഡറും CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ഷാലു മാത്യു മാനേജറുമായിട്ടുള്ള ജാഥയാണ് ഇവിടെ പാർട്ടിയുടെ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ ജാഥ നടത്താനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആളുകളെ സംബന്ധിച്ചും ശരിയായ ബോധ്യമുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പി തമ്പാൻ അധ്യക്ഷനായി. ജാഥ ലീഡർ ഒക്ലാവ് കൃഷ്ണൻ, മാനേജർ ഷാലു മാത്യു, MV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബിനു വർഗീസ് സ്വാഗതം പറഞ്ഞു. ജാഥ 22-ന് കാലുചാനടുക്കത്ത് സമാപിക്കും. ഒടയംജാൽ, അട്ടേങ്ങാനം, 7-ാം മൈൽ, നേരം കാണാത്തടുക്കം, മുക്കുഴി, താഴന്നൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് സമാപനം. കാലുചാനടുക്കത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. തൃക്കരിപ്പൂർ രാമവില്യം ഘടകപ്പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 3 ആഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാവും. മാർച്ച് 16 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കാൽനൂറ്റാണ്ടിന് ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് 3 ആഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. നിരവധി വിനോദ ഉപാധികൾക്കൊള്ളിച്ചും വിവിധ പവലിയനുകളും വേറിട്ട കാഴ്ചകളും ഒരുക്കി നടത്തുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം ശ്രീവിദ്യ മുല്ലച്ചേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മിനി കാശ്മീർ എന്ന പേരിൽ സ്നോ വേൾഡ്, ഗുണ കേവ്, അക്വേറിയവും ജലകന്യകമാരും, സ്കൂബ ഡൈവിംഗ്, ശാസ്ത്രവിജ്ഞാന പ്രദർശനം, ISRO, ഫ്ലവർ ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ടുകൾ, ശാസ്ത്രവിജ്ഞാന പ്രദർശനം, ഗെയിം സോൺ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 25 വർഷ ശേഷം ഈ രാമവില്യം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി
ഇലക്ട്രീഷ്യൻ കമ്പനി നടത്തുന്ന അഖിലേന്ത്യാ പരിഷത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ 20-ാം തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചില സാങ്കേതിക കാരണത്താൽ ആ ഉദ്ഘാടന പരിപാടി 22-ാം തീയതി മാറ്റിവെച്ചിരിക്കുകയാണ്. 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സംഘാടന സമിതി ഭാരവാഹികൾ, ദേവസ്വം വിവരാമ അടക്കമുള്ള ആൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായി ശ്രീവിദ്യ മുല്ലശ്ശേരി ആണ് ആ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. വരുന്ന 22 മുതൽ മാർച്ച് 16 വരെ ഉച്ചകഴിഞ്ഞ് 2 മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുക. അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ പ്രവേശനമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ CT കൃഷ്ണൻ, കൺവീനർ VV വിജയൻ, രാമവല്യം കഴകം ദേവസ്വം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, ദിനേശ് കുമാർ തെക്കുംപാട്, PV ശ്രീജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനൊപ്പം ജൈവ പച്ചക്കറി ഉൾപ്പെടെ വിവിധ കൃഷികളിലും മാതൃകയായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ. നിലയം വളപ്പിലും തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയോരത്തുമായുള്ള പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും നിത്യേന വിളവെടുപ്പ് നടന്ന് വരുന്നുണ്ട്. അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ രാവിന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എങ്ങും ഓടിയെത്തി രക്ഷകരാകാറുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തങ്ങളുടെ ചുമതല കഴിഞ്ഞ് ലഭിക്കുന്ന സമയത്താണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത്. വെള്ളരി, മത്തൻ, പയർ, വെണ്ട, തക്കാളി, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ജൈവരീതിയിൽ സേനാംഗങ്ങൾ കൃഷി ചെയ്തത്. 24 മണിക്കൂർ സേവനത്തോടൊപ്പം കൃഷിയിൽ വിജയഗാഥ ഇവരുടെ മുഖമുദ്രയാണ്. നിരവധി തവണ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്ഥാപനങ്ങളിലെ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ നിലയം നേടിയിട്ടുണ്ട്. കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഇത്തവണയും പ്രധാന ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് ഇത്തവണ മത്സ്യകൃഷിയും ഇവിടെയുണ്ട്. വലിയ ടാങ്കിൽ കട്ട്ല വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൊതുക് നിവാരണത്തിനായി ആയിരക്കണക്കിന് ഗപ്പി മത്സ്യങ്ങളും വളർത്തുന്നുണ്ട്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ ഒഴിവുവേളകൾ നടത്തിവരുന്ന ജൈവ പച്ചക്കറി കൃഷി പരിസര പ്രദേശത്തെ വീട്ടുകാർ ഉപയോഗപ്പെടുത്തി വരുന്നതായി തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ പറഞ്ഞു. തൃക്കരിപ്പൂർ സ്റ്റേഷൻ കഴിഞ്ഞ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയ തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഈ വർഷവും വെണ്ട മുതൽ മത്തൻ, അതുപോലെ വെള്ളരി, പയർ, പച്ചമുളക്, തക്കാളി, മത്തൻ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഫയർഫോഴ്സ് ജീവിതത്തിൽ നമുക്കറിയാം, ഒരു കായിക സംസ്കാരം ഇല്ലെങ്കിൽ നമ്മളെ ഒരു പ്രവർത്തനം തന്നെ വളരെ പുറകോട്ട് പോകും. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ സ്റ്റേഷൻ പച്ചക്കറി കൃഷിയുമായി ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഉർമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. JCI കാസർഗോഡ് എഡ്യൂക്കേഷൻ എക്സിബിഷൻ 22-23 തീയതികളിൽ നടക്കും. കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ എജൂസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ എക്സിബിഷൻ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ ഏജൻസികൾ, തൊഴിൽ നൈപുണ്യ വികസന സെന്ററുകൾ എന്നിവരുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കരിയർ സംബന്ധിയായ നിരവധി സെഷനുകൾ, പവർ ടോക്ക്, മോട്ടിവേഷണൽ ക്ലാസ്, വിദ്യാഭ്യാസ പാനൽ ചർച്ചകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ദ സ്റ്റാർ പ്രോഗ്രാം, മ്യൂസിക്കൽ നൈറ്റ്, കലാപരിപാടികൾ, 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന എക്സിബിഷനിൽ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ, കരിയർ ഗൈഡൻസ് മേഖലയിലെ പ്രശസ്തർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. JCI കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 22-23 തീയതികളിലായി പുലിക്കുന്ന് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കാസർഗോഡിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സിബിഷൻ എജൂസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ അവറുകളാണ്. 22-ാം തീയതിയാണ് ഉദ്ഘാടന ചടങ്ങ്. 2 ദിനങ്ങളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള വിവിധ
ഏജൻസികൾ, അതുകൂടാതെ തന്നെ തൊഴിൽ നൈപുണ്യ വികസന സെൻറ്ററുകൾ ഉൾപ്പെടെ 25ഓളം സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. JCI കാസർഗോഡ് ഭാരവാഹികളായ GV മിഥുൻ, CK അജിത് കുമാർ, യതീഷ് ബള്ളാൾ, മുഹമ്മദ് മഖ്സൂസ്, AM ഷിഹാബുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വഖഫ് ഭൂമിയാണെന്ന കാരണം പറഞ്ഞ് നിരവധി തർക്കങ്ങൾക്ക് വഴിവെച്ച തൃക്കരിപ്പൂർ ഉടുമ്പുംതലയിലെ ഭൂമി സംബന്ധിച്ച് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിലനിന്ന കേസിൽ നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ ന്യൂനതയില്ലെന്ന് കോടതി നിരീക്ഷിച്ച് നിരൂപാധികം തള്ളിയതായി കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭൂമി വഖഫ് പരിധിയിൽ വരുന്നതല്ലെന്നും സ്വകാര്യ വ്യക്തികൾ കൈമാറി വരുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചതായും അവർ അവകാശപ്പെട്ടു. ഉടുമ്പുംതലയിലെ തയ്യൽപുരയിൽ അബ്ദുള്ള, ഷക്കീൽ, തൃക്കരിപ്പൂരിലെ MTP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങളാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്ന കേസുകളിൽ അനുകൂല തീരുമാനം നേടിയെടുത്തത്. കുടുംബാംഗങ്ങളും അല്ലാത്തതുമായവരുടെ പേരിൽ 5 ഏക്കറോളം വരുന്ന ഭൂമിയാണ് വർഷങ്ങളായി തർക്കത്തിലും നിയമ നടപടികളിലുമായി കുരുങ്ങിക്കിടന്നതെന്ന് അവർ പറഞ്ഞു. ജനുവരി 21 കേരള ഹൈക്കോടതി റിവിഷനിൽ കഴമ്പില്ലെന്നും ട്രിബ്യൂണൽ വിധിയിൽ ന്യൂനതയില്ലെന്നും നിരീക്ഷിച്ചത്. വഖഫ് ഭൂമിയല്ലെന്നറിഞ്ഞ് തന്നെ ഉടുമ്പുംതലയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ കേസ് നടത്താൻ പണം പിരിച്ചതായും ഇവരുടെ കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്ഥിരപ്പെടുത്തുന്നത് അതുപോലെ ആർക്കും ഒരു ആക്ഷേപം അപേക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്നത്തെ വഖഫ് ബോർഡിലെ ഒരു ഓഫീസർ ഉസ്മാൻ എന്നാണ് പേര്, അയാളുമായിട്ട് ഒരു കോംപ്രമൈസ് എത്തി. കാരണം അത് കുട്ടികൾ കളിച്ചു കൊടുക്കുന്ന സ്ഥലം കുറെ നാളെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതാണ് ക്ലിയർ. മുഹമ്മദ് കുഞ്ഞി എന്ന് പറഞ്ഞവര് നീലി സർക്കാരിക്കാണ് കൊടുക്കുന്നത്. നീലി സർക്കാർ കൊടുക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്നത്. MK ബഷീർ, SKP മുഹമ്മദ്, TP ഷാദുലി, ഫൈസൽ പൊറോപ്പാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഭൂനികുതി വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി.
ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. KPCC സെക്രട്ടറി കെ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 2.5 ലക്ഷം കോടി രൂപയുടെ പൊതുകടം വർദ്ധിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അവരുടെ പാർട്ടി ഭാരവാഹികളെയും അതുപോലെ PSC മെമ്പർമാരെയും IAS ഓഫീസർമാരെയും ഗവൺമെൻറ് വക്കീലന്മാരെയും ഗവൺമെൻറ് ജഡ്ജിമാരെയും ഒക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു നടപടിയും ഇവിടെ നൽകുന്നില്ല. പിന്നെ നമുക്ക് പ്രതിഷേധം മാത്രമല്ല, നാളെ നമുക്ക് കളക്ടറേറ്റ് സ്തംഭിപ്പിക്കേണ്ട സമര പരിപാടി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരും. അതാണ് കാരണം ജനങ്ങൾക്ക് അത്രയും അതിരൂക്ഷമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി ഒരു കൊടുങ്കാറ്റ് പോലെ ജനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാജിദ് കമ്മാടം അധ്യക്ഷത വഹിച്ചു. G. നാരായണൻ, ചന്ദ്രശേഖരൻ മാസ്റ്റർ, KT സുഭാഷ് നാരായണൻ, ശ്രീധരൻ, ജയരാമൻ നെല്ലിക്കുന്ന്, ഷാഫി അനാഗൂർ, നിയാസ് ജസ്മാൻ, സൂപ്പി, റസാഖ് മാഷ്, ഉഷ, ശശികല നെല്ലിക്കുന്ന്, മുകുന്ദൻ, അബൂബക്കർ തുരുത്തി, ഹരീന്ദ്രൻ എറക്കോടൻ, നിയാസ് വെൽക്കം, ബാലകൃഷ്ണൻ താളിപ്പടുപ്പ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A. ഷാഹുൽ ഹമീദ് സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് രൂപേഷ് കടപ്പുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര അരയാൽ കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. അത്യുത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിൽ ഐതിഹ്യപെരുമയാൽ പ്രശസ്തമായ പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള പുല്ലൂർ അരയാൽ കീഴിൽ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടത്തി. 3 ദിവസങ്ങളിലായി നടത്തിയ കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ അടുക്കത്ത് ചാമുണ്ടി അരങ്ങിലെത്തി. തുടർന്ന് വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹാശിസ്സുകൾക്ക് പത്രീഭൂതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. വൈകിട്ട് നടന്ന വിളക്കിലരി ചടങ്ങോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ വാർഷികാഘോഷം നടന്നു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 1940 ആരംഭിച്ച അജാനൂർ ഫിഷറീസ് UP സ്കൂൾ 85ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. വിദ്യാലയത്തിലെ കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപികമാർ എന്നിവർക്കൊപ്പം അജാനൂർ കടപ്പുറം തീരദേശ ഗ്രാമത്തിലെ ആവിക്കൽ, ചാലിയനാഴി, അജാനൂർ കടപ്പുറം എന്നീ അംഗൻവാടി കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 85ാം വാർഷികം വർണ്ണാഭമാക്കിയത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. എത്രയോ ആളുകൾ ലോകത്ത് മൈഗ്രേറ്റ് ചെയ്തു പോയി ടെക്നോക്രാറ്റുകളായിട്ടുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളുണ്ട്. ആ മലയാളികൾ ഉന്നത തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പോയാൽ, ഇംഗ്ലണ്ടിൽ പോയാൽ, അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ പോയാലും മലയാളികളുണ്ട്. ആ മലയാളികൾ ഈ സ്കൂളിൻ്റെ സംഭാവനയായ ആളുകളും അക്കൂട്ടത്തിൽ കാണും. കാരണം അത്ര കണ്ട് പാരമ്പര്യം, പൈതൃകം ഈ സ്കൂളിലുണ്ട്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ബഹുമുഖ പ്രതിഭകളെ സൃഷ്ടിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ K. രവീന്ദ്രൻ അധ്യക്ഷനായി. വിശിഷ്ടാതിഥി ബേക്കൽ AAO K. അരവിന്ദ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. അജാനൂർ കടപ്പുറം HFC മെഡിക്കൽ ഓഫീസർ Dr. R. അനിൽ, വികസന സമിതി ചെയർമാൻ K. രാജൻ, കൺവീനർ AP രാജൻ, PTA പ്രസിഡന്റ് ജാഫർ പലായി, MPTA പ്രസിഡന്റ് ഡമ്യ സുനിൽ, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് ഐക്കാട്, ട്രഷറർ A. ഹമീദ് ഹാജി, ഫിനാൻസ് ചെയർമാൻ A. അബ്ദുള്ള, വൈസ് ചെയർമാൻ അഹമ്മദ് കിർമാണി, അഡ്മിഷൻ രജിസ്റ്ററിലെ 6ാം നമ്പർ വിദ്യാർത്ഥിയും ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികനുമായ കൃഷ്ണൻ ആയത്ത, സീനിയർ അധ്യാപിക C. സുലേഖ എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ V. മോഹനൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K. സജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ ജില്ലാ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭയും നബാർഡിന്റെ സഹകരണത്തോടെ ആലാമിപ്പള്ളിയിൽ നടത്തിയ ഭക്ഷ്യമേള സമാപിച്ചു. 9 ദിവസത്തെ മേള കാഞ്ഞങ്ങാടിന് വേറിട്ട അനുഭവം സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 25-ന് നടക്കും.
പുതിയകോട്ട ഹോട്ടൽ ക്ലാസിക്കോ ഇന്റർനാഷണലിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CPIM CATU നേതാവും പുല്ലൂർ പഞ്ചായത്ത് 12ാം വാർഡംഗവുമായ പുല്ലൂർ തട്ടുമ്മലിലെ TV കരിയൻ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. ജോയിന്റ് സെക്രട്ടറി K. സുജാതൻ ഉദ്ഘാടനം ചെയ്തു. ISM നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം 23-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ BMS മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. പാണത്തൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ രാമവില്ലം കഴകപ്പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 3 ആഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാവും. മാർച്ച് 16 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.